ഐഷു, ഐഷുവേ, പിന്നെയും കിടന്ന് ഉറങ്ങാണ്. ദേ നിന്നെ എഴുന്നേപ്പിക്കാൻ കല്ലു പറഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ടേ മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. ഐഷു ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അമ്മ ഇങ്ങടേക്ക് വരും. പിന്നെയുള്ള പുകില് പറയണ്ടല്ലോ. പിന്നെ എന്തുട്ട്? എങ്ങനെ ക്ലാസ്സിൽ പോവാതിരിക്കാമെന്നോ? നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല വെച്ചാ ലോകത്ത് ആരും എനിക്ക് മനസ്സിലാവുക. എനിക്ക് മനസ്സിലാക്കിയാവും, പക്ഷെ മേരിക്കണമെങ്കിൽ അമ്മ വേണം, അത്രേ ഉള്ളൂ. എഴുന്നേറ്റ് പോയോ? അവൾ എപ്പോഴേ എഴുന്നേറ്റ് പല്ല് തേച്ചു കുളിച്ചു. ഇപ്പൊ യൂണിഫോം ഇട്ട് കഴിഞ്ഞു. ഇല്ല, അതാവണേ ഉള്ളൂ. അതിപ്പോ കഴിക്കുകയും ചെയ്യും. അത് വേണ്ടാട്ടാ, അപ്പോഴേക്കും സ്കൂളിൽ ബെല്ലടിക്കൂലോ. വേല കയ്യിരിക്കട്ടെ മോളെ. ദൈന് കുളിക്കാനൊന്നും സമയമില്ല. പെട്ടെന്ന് വന്ന് പല്ലിച്ച് ഡ്രസ് ഇട്ടിട്ട് പോവാൻ നോക്ക്. അച്ഛാ ഇന്ന് പോണം ചാ. അടുത്ത വേലത്തരം കൊണ്ട് വരികയാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പേടയാ വാങ്ങൂട്ടാ. ഊവല്ലോ, എന്തേപ്പോ? അമ്പടി ഭയങ്കര വേലത്തരം നോക്ക്. അതെ, ഞങ്ങൾ ഈ പ്രായം കഴിഞ്ഞിട്ടാ ഇങ്ങടേക്ക് വന്നിരിക്കണേ ട്ടാ. സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്ക് ഒരു അസുഖവും വന്നിട്ടില്ല. വന്നു പല്ലിയച്ചേ വാ. ആ, ഇനി കല്ലൂനെ വിളിച്ച രക്ഷയുള്ളൂ എന്നാ തോന്നണേ. ഓ, എത്തിയില്ലോ എന്റെ ഭാഗ്യം. ഞാൻ പഠിച്ച പണി 18 നോക്കി എന്റെ കല്ലുവേ. മഞ്ജുവിനെ പണ്ടൊക്കെ 3-4 തവണ വിളിച്ചാ മതിയായിരുന്നു. ഇതിനെ കൊണ്ട് ഞാൻ തോറ്റൂട്ടാ. എന്തെങ്കിലും വിദ്യ ഒന്ന് പ്രയോഗിക്കടിയേ. നോക്കട്ടെ. ആര്യ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. മഞ്ജു കഴിച്ചിട്ട് സ്കൂളിൽ പൊക്കോട്ടെ. ഇവളെന്തായാലും താമസിച്ചില്ലേ. ഞാൻ മഞ്ജുവിന്റെ ലഞ്ച് ബോക്സ് എടുക്കട്ടെ ട്ടാ. ആ, പിന്നെ വേറൊരു കാര്യം, ആ ദാമോദരന്റെ ചായക്കടയുടെ അപ്പുറത്തെ ഒരു വലിയ മരയില്ലേ, അവിടെ 2 കിളികൾ വന്ന് കൂട് കൂട്ടിയിട്ടേ മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു. അറിയാം. അത് വിരിഞ്ഞിട്ട് ഇപ്പൊ 3 കുഞ്ഞുങ്ങളുണ്ട് അത്രേ. മഞ്ജുവിനെ സ്കൂളിൽ കൊണ്ടുപോയിട്ടേ തിരിച്ചു കൊണ്ടുവരണ വഴിക്ക് അവൾക്ക് ആ കിളിക്കുഞ്ഞുങ്ങളെ കയറ്റി കാണിച്ചു കൊടുക്കണേട്ടാ. കിളിക്കുഞ്ഞുങ്ങളാ? അതെ, കിളിക്കുഞ്ഞുങ്ങൾ. എന്തേ? അതെ, എനിക്ക് അതിനെ കാണണം. അതിപ്പോ സ്കൂളിൽ പോവാതെ വീട്ടിലിരിക്കുമ്പോ എങ്ങനെയാ കാണുക? അത് സ്കൂളിന്റെ അടുത്താണ്. എനിക്കൊരു ഐഡിയ, നമുക്ക് സ്കൂളിൽ പോയാലോ? അതല്ലേ ഞാൻ കുറെ നേരമായിട്ട് നിന്നോട് പറഞ്ഞോണ്ടിരിക്കണേ. എല്ലാരും വായോ, വന്നാല് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഹലോ, രഘുവേട്ടൻ വരണില്ലേ? എന്തായി ആലോചിച്ചോണ്ട് നിക്കണേ? അല്ലടിയേ, എനിക്കൊരു സംശയം. തിരിച്ചു വിളിച്ചോണ്ട് വരണ വഴിക്ക് ആ മരത്തിൽ അങ്ങനെ ഒരു കൂടും ഇല്ല, കിളികളും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാ ഇവളെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാ? അതിപ്പോ ഞാൻ എങ്ങനെയാ പറയാ? നിനക്കെന്താ അറിയാൻ പാടില്ലേ? കരഞ്ഞു പിടിച്ച് ബഹളം ഉണ്ടാക്കി സീനാക്കും. അപ്പൊ ഞാൻ എന്തുട്ടാ ചെയ്യണ്ടേ? ഇത്തിരിയെങ്കിലും ബുദ്ധിയില്ലേ? അത് വെച്ചിട്ട് ആലോചിക്കേ. നീ കല്ലുവേ, പോവാതെ പറഞ്ഞിട്ട് പോയാ മതി. ആലോചിക്കേ കേട്ടാ. എപ്പോഴും പറയാറില്ലേ നീ മാറി നിന്നാലും ഞാൻ കുട്ടികളെ നോക്കുന്നു. അതിപ്പോ നീ മാറി നിക്കുമ്പോഴല്ലേ, ഇപ്പൊ നീ ഉണ്ടല്ലോ, അപ്പൊ നിനക്ക് ആലോചിക്കാലോ. തൽക്കാലം ഞാൻ ഇല്ലാന്ന് അങ്ങോട്ട് സങ്കല്പിച്ചിട്ട് ആലോചിക്കേ. അങ്ങനെയൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പറഞ്ഞ സമയം പോണു. രഘുവേട്ടനെ പാന്റും ഷർട്ടും എടുത്തിട്ട് കുട്ടികളുടെ കൂടെ ഇറങ്ങിയാൽ മതി. എനിക്ക് അങ്ങനെയല്ല, 100 കൂട്ടം പണിയാണ്. അതുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് പോവാണ്. പാവൻ രഘുവേട്ടൻ, ഞാൻ ഐഡിയ പറഞ്ഞു കൊടുക്കാത്തതിന്റെ കാര്യം എന്താന്ന് നിനക്ക് മനസ്സിലായോ? ഇപ്പൊ ഇത് സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ, അടുത്ത എപ്പിസോഡിൽ അറിയാട്ടാ. നീ എന്തുണ്ടാ വന്നേ? പേര് വിളിക്കാൻ മറന്നു. ഹായ് സിയ. കുഞ്ഞിക്കാട്ടന് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേട്ടാ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട.